സ്കൂൾ കായികമേളയിൽ നിന്ന് നമ്മുടെ കുട്ടികളുടെ നേട്ടങ്ങളുടെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. കായികമേളയിൽ ആദ്യ ട്രിപ്പിൾ സ്വർണം നേടി പാലക്കാടിന്റെ അമൃത്. 800 മീറ്ററിലും 400 മീറ്ററിലും സ്വർണം നേടിയ അമൃത് ജൂനിയർ ആൺകുട്ടികളുടെ 1500 മീറ്ററിലും ഒന്നാമതെത്തി. 4x100 മീറ്റർ റിലേ ഫൈനലുകളും വിവിധ വിഭാഗങ്ങളിലെ ത്രോ മത്സരങ്ങളും അടക്കം ഇന്ന് നടക്കുന്നുണ്ട്. അത്ലറ്റിക്സിൽ 124 പോയിന്റുമായി മലപ്പുറം കുതിപ്പ് തുടരുന്നു. 82 പോയിന്റുമായി പാലക്കാടാണ് രണ്ടാമത്. സ്കൂളുകളിൽ ഐഡിയൽ കടകശ്ശേരി ഒന്നാമതെത്തി. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം ഉറപ്പിച്ചു കഴിഞ്ഞു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, ഇന്ന് 31 ഇനങ്ങൾ ഫൈനൽ നടക്കുന്നുണ്ട് അത്ലറ്റിക്സിൽ എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൻ്റെ. ഓരോ ഇനങ്ങളുടെ റിസൾട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ സന്തോഷകരമായ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതേസമയം പാലക്കാടിനും മലപ്പുറത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കൂടി കാണുന്നു. ട്രാക്കിലും ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നിതിൻ ഏറ്റവും ഒടുവിലായി? തീർച്ചയായും ജിൽസി, ഈ അത്ലറ്റിക്സ് മത്സരത്തിലെ 4ാം ദിവസം 31 ഫൈനലാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് പ്രധാനപ്പെട്ട ഇവന്റുകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ പാലക്കാട് മലപ്പുറവും തമ്മിൽ 1ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കുകയാണ്. പാലക്കാട് ഇന്ന് രാവിലെ തന്നെ വലിയ തിരിച്ചുവരവ് നടത്താനുള്ള ഒരുക്കമാണ്. പ്രത്യേകിച്ച് മീറ്റിൽ ഇന്നത്തെ ആദ്യത്തെ 2 സ്വർണവും നേടിയത് പാലക്കാടാണ്. ഇപ്പോൾ പോയിന്റ് നില നോക്കുകയാണെങ്കിൽ മലപ്പുറം തന്നെയാണ് 124 പോയിന്റുമായി ഒന്നാമതുള്ളത്. പക്ഷേ 82 പോയിന്റുമായി പാലക്കാട് തൊട്ട് പിന്നിലുണ്ട്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 400 മീറ്റർ ഹഡിൽസിന്റെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രാക്കിന്റെ മറ്റൊരു വശത്ത് ഷോട്ട് പുട്ട് നടക്കുന്നുണ്ട്, ഹൈ ജമ്പ് നടക്കുന്നുണ്ട്, ഡിസ്കസ് ത്രോ നടക്കുന്നുണ്ട്, ലോങ് ജമ്പ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരേ സമയം 4 വിവിധ ഇന മത്സരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ജൂനിയർ ആൺകുട്ടികളുടെ 1500 മീറ്ററിൽ കൂടി സ്വർണം നേടിയതോടുകൂടി ഈ പാലക്കാടിന്റെ താരമായ കല്ലടി സ്കൂളിലെ വിദ്യാർത്ഥിയായ അമൃത് ഈ മീറ്റിലെ ആദ്യ ട്രിപ്പിൾ സ്വർണം സ്വന്തമാക്കി കഴിഞ്ഞു. നേരത്തെ 800 മീറ്ററിലും 400 മീറ്ററിലും അമൃത് സ്വർണം നേടിയിരുന്നു. ജൂനിയർ പെൺകുട്ടികളുടെ 1500 മീറ്ററിൽ പാലക്കാടിന്റെ നിവേദിയാണ് സ്വർണം നേടിയത്. സീനിയർ ആൺകുട്ടികളുടെ 1500 മീറ്ററിൽ നേരത്തെ 3000 മീറ്ററിൽ മീറ്റർ റെക്കോർഡോടെ സ്വർണം നേടിയ മുഹമ്മദ് അമീൻ വീണ്ടും ഒന്നാമതെത്തുന്നു. സീനിയർ പെൺകുട്ടികളുടെ 1500 മീറ്ററിൽ നിത്യ സിയാർ നേരത്തെ ഈ 3000 മീറ്ററിൽ സ്വർണ്ണ മെഡലും 800 മീറ്ററിൽ 2ാം സ്ഥാനവും നേടിയിരുന്ന നിത്യ സിയാർ 1500 മീറ്ററിലും സ്വർണം നേടി 2ാം സ്വർണം ഉറപ്പിക്കുന്നു. ഇനി ത്രോ ഇനങ്ങളിലേക്ക് വരികയാണെങ്കിൽ സീനിയർ പെൺകുട്ടികളുടെ ഷോട്ട് പുട്ടിൽ ഹെനിൻ എലിസബത്ത് KC ത്രോസിന്റെ കാസർഗോഡ് KC ത്രോസിന്റെ താരമാണ്. അപ്പോൾ ഹെനിൻ എലിസബത്ത് മീറ്റിലെ 2ാം സ്വർണം അല്പസമയം മുൻപ് സ്വന്തമാക്കിയിരിക്കുന്നു. ജൂനിയർ പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ കോഴിക്കോട് സ്വർണം നേടിയിരിക്കുന്നത്. സെന്റ് ജോസഫ് പുല്ലൂരംപാറയുടെ ഡെന ഡോണിക്കാണ് സ്വർണം നേടിയിരിക്കുന്നത്. അങ്ങനെ മീറ്റിലെ ആദ്യത്തെ വിവിധ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 31 ഫൈനലുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ സ്കൂളുകളിൽ ആരാണ് ചാമ്പ്യൻ, അല്ലെങ്കിൽ ജില്ലകളിൽ ആരാണ് ചാമ്പ്യൻ, അല്ലെങ്കിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത് ഏകദേശം ഒരു തീരുമാനമായിരിക്കും. പ്രത്യേകിച്ച് പാലക്കാടിൽ നിന്ന് അധികം പോയിന്റുകൾ നേടാനായില്ലെങ്കിൽ മലപ്പുറം കിരീടം ഉറപ്പിക്കും. പക്ഷേ സ്കൂളുകൾ ഇന്ന് രാവിലെ തന്നെ കോതമംഗലം രാവിലെ ഒരു സ്വർണം നേടിയിട്ടുണ്ട്. അപ്പോൾ കോതമംഗലം വലിയ തിരിച്ചുവരവിന് കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ 1ാം സ്ഥാനത്ത് നിന്ന ശേഷം ഇന്നലെ വൈകിട്ടാണ് ഐഡിയൽ കടകശ്ശേരി വീണ്ടും 1ാം സ്ഥാനത്തേക്ക് അത് കയറിയത്. അപ്പോൾ ഇന്ന് ഒരുപക്ഷെ കോതമംഗലം വലിയ തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമവും നടത്തിയേക്കും ജിൽസി.